ഗായ്സ്, സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഞാനിവിടെ ഹെവി പാക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളേക്ക് ഞാൻ എവിടെയോ കാര്യമായിട്ട് ട്രിപ്പ് പോവാണ്. അല്ല, ഞാൻ വീട്ടിൽ പോവാണ്. വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അല്ലുട്ടൻ്റെ ഇന്ത്യയും തുമ്പീൻ്റെയും ഒക്കെ ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പാക്കിങ്ങിലാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറയാൻ കേട്ടോ. ഒന്നാമത് വീഡിയോ എടുത്തത് സൺഡേ അല്ലേ, പിന്നെ നിങ്ങൾ എല്ലാവരും ഒഴിവായിരിക്കില്ല. അപ്പം നമ്മളെ വ്ളോഗ് കഴിഞ്ഞാൽ മോശമല്ലേ? ദദ്കൊണ്ട് ഒന്ന് എന്നോട് കുറേ ആൾക്കാർ കഴിഞ്ഞ വ്ളോഗിൽ താഴെ കമൻറ്റ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ആയുർവേദ ഡോക്ടർ അല്ലേ, സോ ഇതിനുള്ള മെഡിസിൻ പറഞ്ഞുതരുമോ, അതിനുള്ള മെഡിസിൻ പറഞ്ഞുതരുമോ, അങ്ങനത്തെ വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആണ്. ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ മാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അറിയാവുന്ന പൊടിക്കൈകളൊക്കെ ഞാൻ വന്ന് വീഡിയോയിൽ പറഞ്ഞേനെ. പക്ഷേ ഒരു ആയുർവേദ ഡോക്ടർ ആയിരിക്കും, അതൊരു എത്തിക്സ് അല്ല. ലൈക്ക് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കോമൺ ആയിട്ട് ഇന്ന സാധനത്തിന് ഇന്ന മരുന്ന് ഉപയോഗിക്കാൻ പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹിസ്റ്ററി, അതായത് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ രോഗം വന്നത്, ഏത് ടൈപ്പ് ഓഫ്, ഇപ്പോൾ മൈഗ്രെയിൻ എന്നൊരു സാധനമാണെങ്കിൽ മൈഗ്രെയിൻ തന്നെ പല ടൈപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കോസേറ്റീവ് ഫാക്ടർ ഡിഫറന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്നിന് കറക്റ്റ് ഒരു പേഷ്യന്റ് ആയിരിക്കണം എന്നില്ല. നമുക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഒരു ഡോക്ടർ ഒരു മരുന്ന് എഴുതുക. അപ്പോൾ എനിക്ക് വന്നൊരു കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല മരുന്ന് എന്നുള്ളത്. സോ അത് ഞാൻ എത്തിക്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അത്തരം വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അതായത് ഇപ്പം നമ്മുടെ ഫുഡിന്റെ കാര്യമാണെങ്കിലും, ഇപ്പം ഇങ്ങനെ കുറേ പേര് എന്നോട് പറഞ്ഞു എനിക്ക് ഡയബറ്റീസ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഷുഗർ എനിക്കുണ്ട്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അല്ലാതെ ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അത് പറയില്ല. കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഇപ്പോൾ ഒരു ഫേഷ്യൽ ആണെങ്കിൽ കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്നില്ല മറ്റൊരാളെ സ്കിന്നിന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് എന്താണ് പറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖത്തിന് എന്താണ് പറ്റുക എന്നുള്ളത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതങ്ങനെ ഞാൻ പറയാത്തത്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറേ കമൻസ് അങ്ങനെ കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് ശോകമായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് എൻ്റെ സ്റ്റാറ്റസ് ഒക്കെയും പിന്നെ കുറേ അച്ഛൻ്റെ മെമ്മറീസും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര കുറച്ചൊരു ഷോക്കായിരുന്നു. പുറന്നല്ല ഇൻസ്റ്റ തുറക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ മരണം, ആ ഒരു വീഡിയോസാണ്. അപ്പോൾ അതിൽ ധ്യാനും അവരൊക്കെ കരയുന്നതും അതൊക്കെ കണ്ടേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പക്ക ഞാൻ എൻ്റെ അച്ഛൻ വെച്ച കാര്യമാണ് ആലോചിക്കുക. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട്, ഒന്നാമത് ഈ സമയം പ്രഗ്നൻസിയും കൂടെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് അത് എടുത്ത് എനിക്കത് ഭയങ്കരമായിട്ട് മെൻ്റൽ പ്രഷറും കാര്യങ്ങളൊക്കെ തന്ന് എനിക്കത്, പിന്നെ ഞാൻ ഇൻസ്റ്റ തുറക്കാണ്ടായി, തുറന്നപ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. അപ്പോൾ എനിക്കത് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഒക്കുന്നില്ല. അതുകൊണ്ടാണ് എന്തൊക്കെയൊക്കെ ഇട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ചേച്ചി എന്താ സങ്കടം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ചില സമയം എൻ്റെ കയ്യിൽ നിൽക്കാതെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടാം. അത് വല്ലപ്പോഴാണ് നടക്കുക. അപ്പോൾ വല്ലപ്പോഴും നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ബോധർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ ഇടുകയാണെങ്കിലൊക്കെ ആരും വലിയ മൈൻഡാക്കത്തില്ല. ഇത് വല്ലപ്പോഴും ആയതുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന ചേച്ചി എന്താ സങ്കടം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ആ വീഡിയോസൊക്കെ കണ്ട് ഓരിങ്ങനെ അതിൻ്റെ അടുത്തിരുന്ന് കരയുന്നതൊക്കെ കാണുമ്പോൾ എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ അച്ഛൻ വെച്ച സമയത്ത് എനിക്ക് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആ സങ്കടം എനിക്ക് ബേഴ്സ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റിയിട്ടില്ല. ഞാനത് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്ന്, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അത് പ്രത്യേക തരത്തിലുള്ള ഒരു ഇമോഷനായിരുന്നു എനിക്ക്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ കാണുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ആയിട്ട് എന്നെ എഫക്ട് ചെയ്തു. പിന്നെ എന്തായാലും ഞാൻ തീരെ ഓക്കെ ആയിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ അത്ര ഓക്കെ അല്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നെന്തായാലും വീട്ടിലേക്ക് പോകാനും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ പറയാം. ബൈ.